TuneSouthIndia.com. Meow, meow, meow. Mannu meow, meow. Timmadan tiyarikka. Ginger cat vannida. Ammithathiyum tulli kudichumme. Ginger samrajyam pannivan. Misha veerappichum vaashikalappicchum. Ushirode varavanivan. പ്രശ്നങ്ങൾ എന്തെല്ലാം വന്നാലും ജിഞ്ചു വന്നെത്തിടും കാമലിടും ഒരു നായകൻ പോലവേ വരുമെന്നും ധീരധീരനായി പോരാടുമേ. പൂച്ചകൾ ഉണർന്നു. ജിഞ്ചു കാറ്റ്. നല്ല മീനുണ്ട്. ഉണക്കമീൻ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. വല്ലത് കഴിച്ചാലല്ലേ വേഗത്തിൽ ഓടാൻ പറ്റൂ. നല്ല മീനുകളുണ്ട്. നല്ല മീനുണ്ടകൾ ചുമ്മാ നോക്കി വെള്ളം ഇറക്കാതെ നമുക്ക് പിന്നെ കഴിക്കാം. ഇന്നിന്റെ ഫാൻസുകളുടെ കൂട്ടമായിരിക്കും. എവിടെ എന്റെ ഫാൻസ് ഒക്കെ? അതെ, ഇത് കിടിലമാണ്. ഇതാണ് വാച്ച്. ഇതുപോലത്തെ ഒരെണ്ണമേ ഉള്ളൂ. ഇതെനിക്ക് എന്റെ അച്ഛൻ തന്നതാണ്. ഈ വാച്ചിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴുണ്ടാവുന്ന നിഴല് നോക്കി നമുക്ക് ഇതിൽ നിന്നും സമയം മനസ്സിലാക്കി എടുക്കാം. താൻ നോക്കട്ടെ. നിന്റെ അച്ഛൻ പോലും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. രാത്രി എങ്ങനെ സമയം നോക്കുക? നിന്നോട് പറയാൻ മനസ്സില്ല. നിനക്ക് ശരിക്കും അസൂയയാണല്ലേ? അതെ, ഇത് അസൂയ തന്നെയാ. ഇവൻ പുളു അടിക്കാം. അതെ, ഒന്ന് ആകാശത്തേക്ക് നോക്കൂ. സൂര്യൻ അസ്തമിക്കാൻ പോവാ. നിന്റെ കാര്യം കട്ടപ്പോക. നീ എന്തെങ്കിലും കണ്ടോ? ക്ലാങ്കർട്ടോൺ മുഴുവൻ അരച്ചു പെറുക്കി ഒന്നും കണ്ടില്ല. ആ മനുഷ്യകമായി എന്തോ ധ്യാനിച്ചിൽ കണ്ടിരുന്നു. അരുതാത്തതുണ്ടോ സംഭവിക്കുമെന്ന് അവർക്ക് പേടിയുണ്ട്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അങ്ങോട്ട് നോക്ക്. എന്തൊരു കാലാവസ്ഥയാ. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. കൊണ്ടുപോടാ നിന്റെ ഫുട്പാത്തിലെ വാച്ച്. അപ്പൊ എല്ലാരും എന്റെ അടുത്തേക്ക് ഓടി വന്നോളൂ. ഞാനൊരു കിടിലം കഥ പറഞ്ഞുതരാം. അമ്മ പെങ്ങന്മാരെ കുഞ്ഞുമക്കളെ ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ. കഥ കഥ. മുത്തുമണീസ്, നിങ്ങൾക്ക് ഇന്ന് ഏത് കഥയാണ് കേൾക്കേണ്ടത്? പറയൂ. എനിക്ക് ചാങ് ബാങ് പോയിലെ യുദ്ധത്തിന്റെ കഥ വേണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജിൻജു കാറ്റിന്റെ കഥ പറഞ്ഞു തരാം. അവൻ ആ കഥ മാത്രമേ അറിയൂ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് മറ്റാരിൽ നിന്നുമല്ല, സിയുവിൽ നിന്നാണ്. പണ്ട് പെർപ്പച്ച കേയോസ് കൊണ്ട് മൂടിയിരുന്നു. അടുത്ത നമ്മുടെ കഥാനായകന്റെ എൻട്രിയാണ് സ്ലോ മോഷനിൽ. ആള് ചില്ലറക്കാരനല്ല. ഹീറോ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കേയോസ് ബാധിച്ച് രാക്ഷസന്മാരായ കുറെ പൂച്ചകളെ കണ്ടു. അവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ബ്ലിങ്കസ് അടിച്ചു നിൽക്കുകയായിരുന്നു. ഈ കേയോസിന് ഒരു കുഴപ്പമുണ്ട്. എല്ലാവരെയും തെറ്റായ ദിശയിലോട്ട് കൊണ്ടുപോയി. പക്ഷെ 18 അടവും പഠിച്ച നമ്മുടെ കഥാനായകന് ഇവരെ ആരെയും രക്ഷിക്കാൻ കഴിയാത്തതിൽ ഒരുപാട് വിഷമം തോന്നി. ഒരു കുഞ്ഞു പൂച്ചയെ പോലും രക്ഷിക്കാനായില്ല. പെട്ടെന്നാണ് കേയോസ് മുന്നിൽ വന്നത്.
എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു മഞ്ഞ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടത്. ടാൻ ടടടാൻ. പിന്നീട് കഥാനായകൻ ആ സ്വർണ്ണ വെളിച്ചത്തിന്റെ പിറകെ ഓടിപ്പായുകയാണ് സുഹൃത്തുക്കളെ, ഓടിപ്പായുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ടോ? ഹീറോ ഇപ്പോൾ വലിയൊരു ഗോങ്ങിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അത് വെറും ഗോങ്ങല്ല, മാജിക് ഗോങ്ങാണ്. ഒന്നും നോക്കണം, ചാടിക്കേറി ആ ഗോങ്ങിൽ ഒരൊറ്റ അടി കൊടുത്തു. നിങ്ങളുടെ ചെവി പൊട്ടിയില്ലേ? ഇതുപോലെ തന്നെ പെർപ്പച്വ മുഴുവനും ആ ശബ്ദം മുഴങ്ങിക്കേട്ടു. ആ മാന്ത്രിക ശക്തി കാരണം കേവ്സ് പമ്പ കടന്നു. പിന്നീട് ഹീറോ 12 ഗോത്രങ്ങളെ ഉണ്ടാക്കി. ക്രിയേഷൻ, വിഷൻ, ഫിഗർ, സ്പീഡ്, സിംഗിങ്, മൈൻഡ്, ഫോഴ്സ്, കോംബാറ്റ്, എൻറോൾമെന്റ്, സൂപ്പർവിഷൻ, റെക്കോർഡ്, പിന്നെ ജഡ്ജ്. അങ്ങനെയാണ് ജിങ്ചു കാറ്റ്സ് ഉണ്ടായത്. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. കേവ്സ് പൂർണ്ണമായി നശിച്ചില്ല. അത് ഏതെങ്കിലും പൂച്ചയുമായി കൂട്ടിമുട്ടിയാൽ പിന്നെ അവർ രാക്ഷസന്മാരായി മാറും. അങ്ങനെ സംഭവിച്ച ജിങ്ചു കാറ്റ്സിന് മാത്രമേ അവരെ രക്ഷിക്കാനാകൂ. വിശന്നിട്ട് എന്റെ കുടല് കരിയുന്നു. ആദ്യം ഭക്ഷണം, പിന്നെ കഥ. പോന്നോട്ടെ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ കാര്യം കുശാലായി. എന്റെ ജിങ്ചു കാറ്റ്സേ, നന്ദി. ടോപ്പ് ഇവൻ കണ്ടവന്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. നീ എന്തിനാ പെട്ടെന്ന് പേടിച്ചു വരച്ചത്? നീ എന്തോന്നാ പറഞ്ഞേ? മഴ പെയ്യാൻ പോവാണോ? എന്നാ നമുക്ക് വേഗം പോകാം. ഇന്നത്തേക്ക് മതിയാക്കാം. അയ്യോ, മഴ വരോ? അപ്പൊ ബാക്കി കഥ. സിയു തന്റെ കൈ ഇങ്ങനെ നീട്ടി വെച്ചു. എന്റെ പൊന്നെ, വെളിച്ചം വന്നില്ലേ? ഇവന് ഈ കഥ മാത്രമേ അറിയൂ. എനിക്ക് ഈ കഥ കാണാപ്പാടമാണ്. ഞാൻ ഈ കഥ നിങ്ങൾക്ക് ഫ്രീ ആയി പറഞ്ഞു തരാം. മുത്തമണി പ്ലീസ്. സിയു ഇങ്ങനെ കാണിച്ചപ്പോ അയാളുടെ കയ്യിൽ നിന്നൊരു പ്രകാശം വന്നു. പ്രകാശത്തിന്റെ മാന്ത്രിക ശക്തി ദുഷ്ടശക്തികളെ ഓടിക്കുകയും രാക്ഷസ പൂച്ച പഴയ പോലെ ആവുകയും ചെയ്തു. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നുണക്കഥയല്ലേ? പെർപ്പച്വായിൽ രാക്ഷസ പൂച്ചയും ജിഞ്ചു കാറ്റ്സും ഒന്നുമില്ല. നീ എന്താടാ പറഞ്ഞേ? ഞങ്ങൾ നുണ പറയാണെന്നാ? അത് നീ നുണയനാണ്. ഇതൊക്കെ നുണക്കഥയാണ്. പെർപ്പച്വായിൽ ഈ പറഞ്ഞ കാര്യം ഒന്നുമില്ല. ഞാൻ ഇതൊക്കെ ഒരു പുസ്തകത്തിൽ വായിച്ചതാ. നീ ഒന്ന് ഇറങ്ങി പോടാ. അതായത് ഒരു കഥാപുസ്തകത്തിലല്ലേ? ഏത് ബുക്കായാലെന്താ? ജിഞ്ചു കാറ്റ്സ് ഉണ്ട്. നീ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ടോ? എടാ മണ്ടകുണാപ്പി, ഇതെനിക്ക് അവർ തന്നതാണ്. ഓ, അപ്പൊ രാക്ഷസ പൂച്ചകളെ കണ്ടിട്ടുണ്ടോ? എന്നെ വെറുതെ ചൊറിയാൻ വരണ്ട. നീയാണ് നുണയൻ. ഈ ബാലിച്ചേട്ടൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണല്ലേ? അതിപ്പോ പറയാനുണ്ടോ? നീയാണ് നുണയൻ. ഭൂകമ്പം വലുതുവാണോ? ഞാൻ പറയുന്നത് സത്യമാണ്. അവരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജിഞ്ചു കാറ്റ്സ് ഉണ്ടായിരുന്നു. നീ വേണമെങ്കിൽ വിശ്വസിച്ചോ. സത്യം. ഒന്ന് പോണ തുണയാ. ഇറങ്ങി പോണ. അല്ല, ഞാൻ പറഞ്ഞ രാക്ഷസ പൂച്ച. പേടിക്കണ്ട, എല്ലാരും ഓടിക്കോ. വേഗം ഇറങ്ങി ഓടിക്കോടാ. ഇനി എന്താ ചെയ്യാ? ഇനി അങ്ങോട്ട് പോകാൻ കഴിയോ എന്തോ? എന്താ ചെയ്യാ? പിടി കിട്ടി.
അവന്റെ ശ്രദ്ധ മാറ്റിയത്. മൂന്നാതെ ഇറങ്ങി വരുന്നടാ. എന്റെ കാലുകൾ അനക്കാൻ പറ്റുന്നില്ല. അത് വിറയ്ക്കാണ്. ഈ ചീള് കേസിനെ കണ്ടിട്ടാണോ പേടിക്കുന്നേ? ഇതൊക്കെ നിസ്സാരം. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ രാക്ഷസനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ദൂരേക്ക് കൊണ്ടുപോകണം. ഹായ് മുത്തുമണി, ഇങ്ങോട്ടൊന്ന് നോക്കിക്കടാ. ഞാൻ സുന്ദരിയല്ലേ? ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. പണി പാളി. ന്യായമണി എവിടെ? ഞാൻ വെറും പാഴാണ്. എന്റെ രോമം നിറഞ്ഞ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിടിച്ചോ. ഇങ്ങോട്ട് പാടാ മരത്തലയാ. ഞാൻ പൊളിയാണെന്ന് മനസ്സിലായില്ലടാ. തോപ്പ് യവൻ എവിടെ പോയി? ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഈ രാക്ഷസനൊക്കെ നിസ്സാരം. ഓ ജിങ്ചു കാറ്റ്സിൽ ഇനി വരുന്നു. ഇത് കൊള്ളാലോ മച്ചാനെ, ഞാനുണ്ട്. ഇവന്റെ തലയ്ക്ക് വട്ടാണോ എന്തോ? ഇത് മണ്ടത്രയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ജിഞ്ചു കാറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് മാത്രമേ വിശ്വാസമുള്ളൂ. എന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും, നിങ്ങൾ നോക്കിക്കോ. നിന്റെ സ്വപ്നത്തെക്കാൾ എത്ര വലുതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവരാണ് ജിഞ്ചു കാറ്റ്. ജിഞ്ചു കാറ്റ്സിന്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. ജിഞ്ചു കാറ്റ്സിന്റെ വരവ്. ജിഞ്ചു കാറ്റ്സിൽ ഇതുവരെ. സഹോദരി സഹോദരങ്ങളെ, ഞാനാണ് ലെൽപായ്. പെർപ്പച്ചയിലെ ഒരു പട്ടണത്തിന്റെ പേരാണ് ക്ലാങ്കർ ടൗൺ. ഞാനും എന്റെ ഫ്രണ്ട്സും കഥകൾ പറഞ്ഞു നടന്നാ ജീവിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ള കഥകൾ ഏതെന്നറിയോ? ജിഞ്ചു കാറ്റിന്റെ കഥകൾ. ഇതെല്ലാം വെറും കള്ള കഥകളാണെന്ന് അപവാദം പറഞ്ഞു നടക്കുന്ന പൂച്ചകളും ഉണ്ട്. അവർക്കുള്ളത് ഞാൻ കൊടുക്കാം. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ജിഞ്ചു കാറ്റിനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു രാക്ഷസ പൂച്ച വന്നില്ലേ? ടോഫു യുവാനോട് തള്ളിക്കോ പറഞ്ഞാൽ അനുസരണമില്ലാത്ത ടോഫു യുവാനും അവിടെ തന്നെ ഇരുന്നു. രക്ഷിക്കാതിരിക്കാൻ പറ്റോ? കൂട്ടുകാരായി പോയില്ലേ? ഞാൻ എന്റെ സർവ്വശക്തി എടുത്ത് പാഞ്ഞു. അവൻ എന്റെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. കണ്ണിച്ചോരയില്ലാത്തവൻ. എന്റെ കാര്യം ഗോവിന്ദ. ജിഞ്ചു കാറ്റ്സിന്റെ വരവ്. നമസ്കാരം. എന്റെ കഥ തീർന്നു. ഏയ് മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളാരാ? വിസ്കേഴ്സങ്ങളാണോ? ബിസ്കേഴ്സോ? അങ്കിളോ? ഞാൻ സാഡ്. പിന്നെ എനിക്ക് 13 വയസ്സേ ആയിട്ടുള്ളൂ. നിങ്ങളുടെ മീശ മാധവനെ പോലുള്ള മീശ കൊള്ളാം. അത് മീശയല്ല, സ്ട്രൈപ്സ് ആണ്. ബൈ ദ ബൈ, എന്റെ പേര് ലേൽപായ്. ഞാൻ നിങ്ങളെ ഇവിടെ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പോയി ഒളിച്ചോ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. മാറി നിൽക്കാനോ? ഒരിക്കലുമില്ല.
ഞാൻ എത്തിപ്പോയി. അപ്പോൾ നീ ദുർബലനും മണ്ടനും ഒന്നും അല്ല അല്ലേ? ലിൽപോയ് മാറി നിൽക്കൂ. കല്ല് വരുന്നുണ്ട്, മാറിക്കോ. നീ സമയത്ത് എത്തിയല്ലേ ജീൻ? ജീനോ? വാവ്, നല്ല സുന്ദരി കുട്ടിയാണല്ലോ. നിനക്കൊട്ടും ശ്രദ്ധയില്ല കേട്ടോ. ശ്രദ്ധ മാത്രമല്ല, കരങ്ങളുമില്ല. നിനക്ക് വലിയ എല്ലുകളുള്ളതൊക്കെ ശരി തന്നെ. ഇത് അവസാനിപ്പിക്കാൻ സമയമായി. നീ ആര്? ബൈ ദ ബൈ, ഞാൻ ലേൽപ്പായി. അയ്യോ, ബാക്കിലോട്ട് നോക്ക്. സ്ത്രീകളെ പുറകിൽ നിന്ന് ആക്രമിക്കരുതെന്ന് നിനക്കാരും പറഞ്ഞു തന്നിട്ടില്ലേ? നീ ഞാൻ കരുതിയതിലും കരുത്തനാണ്. ഒരു റൗണ്ട് കൂടി പോവാം. ജീൻ അപകടമാണ്. ശത്രുക്കളുടെ മുമ്പിൽ ഒരിക്കലും പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഓ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ഒരു പെൺകുട്ടിയുടെ സുന്ദരമായ സ്വപ്നം നശിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. നാട്ടുകാരെ രക്ഷിക്കാനായി രാക്ഷസന്മാരെ തുരത്തി ഓടിക്കാൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. ശരി സർ. ഞാനും റെഡി. എന്നാൽ തുടങ്ങാം. മിസ്റ്റർ ബർത്തലൻ, ഹീറോ എത്തിക്കഴിഞ്ഞു. ഞാൻ വെറുതെ. ആരാണത്? ലിൽപ്പയ്യാന്ന് തോന്നുന്നു. നിന്റെ ഫ്രണ്ടാണോ? അല്ല. ഏയ് ലിൽപായ്, മാറി നിൽക്കൂ. ഇത് അപകടമാണ്. പക്ഷെ ഒരു ഫൈറ്റ് കാണാൻ ചെറിയൊരു മോഹം. ഇത് കുട്ടിക്കളിയല്ല. പേടിപ്പിക്കുന്നു. വേഗം വീട്ടിൽ പോയി കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കുക. പിന്നെ നീ കാരണം ഞങ്ങളുടെ വേഗത കുറയും. എടാ, നീല തൊപ്പി വെച്ചേ, നീ എന്താടാ പറയുന്നേ? ഇത് യുദ്ധകളമാണ്. നീ ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടേക്കാം. ജിങ്ജു കാറ്റിന് മരണത്തെ പേടിയില്ല. നീ ജിങ്കാറ്റാണോ? എനിക്കൊരു ജിങ്ജു കാറ്റ് ആവണമെന്നാണ് ആഗ്രഹം. ഈ ചെറുക്കൻ എന്താ വട്ടാണോ? എന്നെ എങ്ങനെ നോക്കല്ലേ, ഞാൻ മണ്ടനാണെന്നൊക്കെ തോന്നാം. പക്ഷെ ജിങ്ജു കാറ്റ്സിന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല മക്കളെ. എന്റെ ആഗ്രഹം ഒരു ജിങ്ജു കാറ്റ് ആവണമെന്നാണ്. നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. റെഡിയല്ലേ ജീൻ? എനിക്ക് ശക്തി തരൂ. പവർ ഓഫ് ഹാർമണി, ശക്തി തരൂ. പവർ ഓഫ് ഹാർമണി, എനിക്ക് ശക്തി തരൂ. ഇവരെന്താ ഇങ്ങനെ?
എന്നെ കൂടെ കൊണ്ടോ. ശരി, നമുക്കിത് തീർക്കാം. സാർ, ഫയർ ബ്ലേഡ്. Dawn Fury! ഹൈഡ്രോ പവർ. അതെന്റെ നേർക്കാണല്ലോ വരുന്നത്. ഇവനെന്താ ചെയ്യും? ഇവന് മാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ ഇവനെയാണ് ഉദ്ദേശിച്ചത്. വിഷമിക്കണ്ട, ഞാൻ വേറൊരാളുടെ സഹായം തേടിയിട്ടുണ്ട്. ഗ്രാനി, അതെന്റെ കൈയാണ്. ഓ, എനിക്ക് വീണ്ടും കൈ മാറിപ്പോയോ? എനിക്ക് ശരിക്കും വയസ്സായിരിക്കുന്നു. ഗ്രാനി, അവൻ എങ്ങനെയുണ്ട്? ഞാനും ടാങ്ലിങ്ങും ചേർന്ന് അവനെ ചികിത്സിച്ചിട്ടുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല. നീ വിഷമിക്കണ്ട. നീ ആദ്യമായിട്ടാണല്ലേ ഒരു രാക്ഷസനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്? ഞാനൊന്നു പറയാം. ക്ലാങ്കർ ടൗണിലെ ആരെങ്കിലും കയോസ് രാക്ഷസനാക്കിയിട്ട് വർഷങ്ങളേറെയായി. ഞങ്ങൾ എല്ലായിടത്തും പരിശോധിച്ചു. അസാധാരണമായി ഒന്നും തന്നെ കണ്ടില്ല. അതെവിടുന്നാ വന്നേന്ന് അറിയില്ല. മാസ്റ്റർ ടാങ്ലിങ്, നമ്മളിനി എന്ത് ചെയ്യും? ഗ്രാനി, നിങ്ങൾ എന്തു പറയുന്നു? ഇതിനുത്തരം കിട്ടാൻ ഇവൻ ഉണർന്നത് വരെ കാത്തിരിക്കണം. നീ എണീറ്റോ? ഹായ് ഉറക്കപ്പിശാചേ. നിങ്ങളാരാ? വൗ, നീ ശരിക്കും വളരെ ധൈര്യവാനാണ്. നല്ല കഴിവുമുണ്ട്. അതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ശരിക്കും? അതെന്താ? ആ, ഇത് വല്ല ഭൂകമ്പമാണോ? ഇതെന്താ ഇരുട്ടാവുന്നത്? അവരെല്ലാവരും എവിടെ? ഇതൊക്കെ വെറും സ്വപ്നമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ടോഫു, നീ എവിടെയായിരുന്നു? നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഇതൊരു സൂപ്പർ കാറ്റിനെ കണ്ടു. അവനൊരു പുഷ്പമാറ്റിനെ പോലെ ഉണ്ടായിരുന്നു. വിഷമിക്കണ്ട, നിങ്ങളുടെ സുഹൃത്തിനെ ഞാൻ രക്ഷിക്കാം. രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയി ഒളിച്ചോളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വരാതിരുന്നത്. പുറത്ത് വന്നപ്പോഴേ നീ ഇവിടെ ഉണ്ടായിരുന്നു. ചുമ്മാ കരഞ്ഞ് കൊളാക്കല്ലേ മക്കളെ. അവര് കാരണം നീയൊക്കെ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. കണ്ണു തുറന്ന് നോക്ക് മക്കളെ. ഓ, അപ്പോൾ അവർ ശരിക്കും അത് തന്നെ, എനിക്കുറപ്പാണ്. അവരാണ് പുലിക്കുട്ടികളായ ജിങ്ജു കാറ്റ്. ജിങ്ജു കാറ്റ്സിൽ ഇനി വരുന്നു. അയ്യോ, എന്റെ മുത്ത് എവിടെയാ പോയെ? പാരമ്പര്യമൊന്നുമില്ലാതെ വെറും സ്വപ്നം കൊണ്ട് ജിഞ്ചു കാറ്റാവാൻ പറ്റില്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് മത്സരിക്കുകയും എന്നിട്ട് സംസാരിക്കാം കേട്ടോ. അവന്റെ ഒരു പാരമ്പര്യം. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. പറ, എന്താ മത്സരം? നീ ഏറ്റവും മോശമായിട്ട് ചെയ്യുന്ന എന്താ? എടാ ചള്ളി ചെക്ക. ചള്ളു ചെറുക്കനാ. അതൊക്കെ മത്സരം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം കേട്ടോ. നമുക്ക് മരത്തിലൊന്ന് കയറി നോക്കിയാലോ? അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ. മാജിക് ഡോങ് ടവർ കണ്ടുപിടിച്ചു ഭാഗം 1.